സോ ഇപ്പൊ ഞാൻ എടുക്കാൻ പോവാണ് ആ സാധനം. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങാൻ പോവാണെന്ന്. ഞാൻ ഈ ഒരു സാധനം വാങ്ങാനായിട്ട് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് വാങ്ങണോ അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റായ തീരുമാനമായിരിക്കുമോ എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലി ഐ ഡിസൈഡഡ് ടു ബൈ ദിസ് പാൻ. ഞാനൊരിക്കലും ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഈ ഒരു സാധനം വാങ്ങാനുള്ളൊരു ഒന്നിനും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഇത് എൻ്റേതായിട്ടുള്ള തീരുമാനം മാത്രമാണ്. അല്ലാതെ ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. കാരണം ഞാൻ വീഡിയോസ് ഉണ്ടാക്കിയപ്പം ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എൻ്റെ വീഡിയോസിൽ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു സാധനം വേണമെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മളിപ്പം പോവുകയാണ് അത് വാങ്ങാൻ. എൻ്റെ പ്രീവിയസ് ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ഒരു എക്സ്പ്രഷനാണിത്. കാരണം നെക്സ്റ്റ് ഡേ എനിക്ക് ഈ സാധനം പോയി വാങ്ങാമല്ലോ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും എല്ലാം എൻ്റെ മുഖത്തും മനസ്സിലും എല്ലാം ഉണ്ട്. ഇത്രയും വലിയ ഡിസിഷൻ ആണെങ്കിലും നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടാനും നമ്മൾ തയ്യാറായിരിക്കണം. എൻ്റെ വീടിനടുത്തുള്ള ആപ്പിൾ സ്റ്റോറിൽ ഞാൻ സംഭവം അവൈലബിൾ ആണോ നോക്കിയപ്പം സംഭവം അവിടെ ഉണ്ട്. ബട്ട് ഇൻ കേസ് ഞാൻ അവിടെ എത്താൻ ലേറ്റ് ആയാലോ, എനിക്കത് കിട്ടാതിരുന്നാലോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ ബസ്സിലിരുന്ന് തന്നെ ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്തു. അതാകുമ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പേയ്മെൻ്റ് എല്ലാം ചെയ്യുമ്പോൾ എൻ്റെ കൈ വിറക്കി വരുന്നു. കാരണം ഇത്രയും വലിയൊരു ട്രാൻസാക്ഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ഇപ്പൊ ഞാൻ എടുക്കാൻ പോവാണ് ആ സാധനം. ഞാൻ ഭയങ്കര നെർവസ് ആണ്. രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇത്രയും പൈസ ഒരു സാധനം വാങ്ങാൻ പറ്റിയെന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്രയും പൈസ എൻ്റെ പോവല്ലോ എന്നുള്ളത്. എന്തായാലും ഒന്നാമത് ഇവിടെ ആപ്പിൾ സ്റ്റോർ കണ്ടുകൂടി ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി. പിന്നെ ഞാൻ ആപ്പിൾ സ്റ്റോർ കണ്ടോടുകൂടി ഞാൻ ഓടുകയാണ്. കാരണം സാധനം പെട്ടെന്ന് പോയി കളക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ആപ്പിൾ സ്റ്റോർ കണ്ടു. അവിടെ കുറേ ഫോൺ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് എല്ലായിടത്തും ഓർഡറുന്നുണ്ട്. പക്ഷെ പിടിക്കപ്പെടുമെന്ന് ആലോചിച്ചിട്ട് വേണ്ടാന്ന് വെച്ച്. ഇത് ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന എൻ്റെ സ്ഥായി ഭാവമാണ്. കാരണം ഞാൻ ആകെ ഷോക്കായി നിൽക്കുകയാണ് സാധനം വാങ്ങിയല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഒപ്പം ഞാൻ ടയേർഡാണ്. ഇനി നെക്സ്റ്റ് ഡേ ബാക്കി വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ പോയി. മോർണിംഗ്. ഇതെൻ്റെ ബുദ്ധയാണ്. എനിക്ക് ബുദ്ധാസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി സ്റ്റാച്ചു ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റൂമിലൊക്കെ വെക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാനിരുന്നു. ഇത് ഞാൻ കാണുന്ന ഒരു കൊറിയൻ ഫിലിമാണ്. ലിറ്റിൽ ഫോർസ് എന്നാണ് ഈ സിനിമയുടെ പേര്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഇന്ന് ഞാൻ ഔട്ട്ഡോറിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മളിങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടാൽ നമുക്ക് പുറത്ത് ജാക്കറ്റ് ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല. കാരണം അത്രയും തണുപ്പാണ്. പിന്നെ ഞാനൊരു ഓക്വേർഡ് പേഴ്സൺ ആയത് കാരണം എനിക്കിങ്ങനെ സ്ട്രീറ്റിൽ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തേ പറ്റൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ശോഷിച്ചിരിക്കുക. കാരണം ജസ്റ്റ് ഓട്ടം കഴിഞ്ഞതേ ഉള്ളൂ. വിൻ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് ഇവിടെ സ്നോ ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇറങ്ങിയതല്ലേ, പിന്നെ എൻ്റെ പുതിയ ഫോണല്ലേ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് പറ്റാവുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അത്യാവശ്യം കൊള്ളാം. ഇതാണ് എൻ്റെ ലൊക്കേഷൻ. ഇവിടെ വെച്ചിട്ടാണ് ഞാനിപ്പം വീഡിയോസ് എല്ലാം എടുക്കുന്നത്. ഇവിടെ പുല്ലെല്ലാം ഇപ്പം വെറ്റായിരിക്കുകയാണ് കാരണം മഴ പെയ്തിട്ട്. അപ്പം ഞാൻ എൻ്റെ ജാക്കറ്റ് അവിടെ വെച്ച് അതിൻ്റെ പുറത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഈശ്വരാ, കൈയെല്ലാം തണുത്ത് ഇതാണിപ്പം എൻ്റെ കൈയിൻ്റെ എല്ലാ അവസ്ഥ. അത്ര ഇപ്പം -ഡിഗ്രി ആണ് ഇവിടെ. പക്ഷേ എനിക്കൊരു ഔട്ട്ഡോറിൽ പോയിട്ട് വീഡിയോ എടുക്കണം. കുറച്ചുകൂടി ലൈറ്റുള്ള ഒരു പ്ലേസിൽ പോയി വീഡിയോ എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത്. ഇത് എൻ്റെ വീടിൻ്റെ നിയർ ബൈ ഉള്ള ഒരു പാർക്കാണ്. ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ ഇന്നിപ്പോൾ കാണുന്നില്ല. എനിക്കൊന്നും ഇത്രയും തണുപ്പായത് കൊണ്ടായിരിക്കാം. സമ്മറിലൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യത്തെ പറ്റിയും ഇത്രയും ഞാൻ ആലോചിച്ചിട്ടില്ല. കാരണം most expensive thing I bought it. Okay. So
എനിക്കിപ്പോൾ അതിൻ്റെ റിഗ്രഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഗ്രഷൻ ഉണ്ട്. കാരണം ഞാൻ ഉപയോഗിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ച്വൽ പ്ലസ് പോയിന്റ് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയും അല്ലെങ്കിൽ സമയവും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ റിഗ്രഷൻ മാറുമായിരിക്കും അതൊക്കെ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ. പക്ഷേ യെസ്, ഐ ബോട്ട് ഇറ്റ്. ഞാൻ വാങ്ങിച്ചു ഗൈസ്, ഞാൻ വാങ്ങിച്ചു. ദാറ്റ് ഈസ് iPhone 16 Pro Max. Yes, iPhone 16 Pro Max. Almost 1 month salary ആണ് എനിക്ക് ഈ ഫോണിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. എൻ്റെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇതുപോലുള്ള ഓരോ സാധനങ്ങളും വാങ്ങുന്നത് എനിക്കൊരു റിസ്ക് ഫാക്ടറാണ്. കാരണം അത്രയൊന്നും എന്നെ കൊണ്ട് താങ്ങുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വാങ്ങി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ വാങ്ങിക്കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എനിക്ക് ഐഫോണിനെ പറ്റി ഒരു അൺബോക്സിങ് വീഡിയോ ഒന്നും എടുക്കാൻ അതിനുള്ള അറിവൊന്നും എനിക്കില്ല. കാരണം അതിനെപ്പറ്റി ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. ക്വാളിറ്റി നൈസാണ്. പക്ഷെ കൂടെ ഒരു ടാബ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് iPhone 13 ആണ്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ വലിയ സ്ക്രീനാണ്, കുറച്ചുകൂടെ വലുതാണ്. അതുകൊണ്ട് നോട്ട് ഈസി ടു ക്യാരി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് എൻ്റെ ഫോൺ എനിക്ക് പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് യൂസ് ചെയ്യാനും ഒക്കെ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതായിരുന്നു. ഇത് കുറച്ചുകൂടിയും വലുതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ക്ലാരിറ്റി എല്ലാം കുറച്ചുകൂടി അടിപൊളിയാണ്. എൻ്റെ അമ്മയല്ല ഈ വീഡിയോ കാണുന്നുണ്ടാവും. എൻ്റെ അമ്മ എന്നോട് ചോദിച്ചത്, മോളെ നിനക്ക് വല്ല കാര്യമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് വേണോ? നമുക്കൊന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ. അപ്പോൾ ഞാനിത് വാങ്ങുന്ന സമയത്ത് എനിക്ക് എൻ്റെ PSW ലൈക്ക് നമുക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുണ്ട്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു വിസ, ദാറ്റ് മീൻസ് സ്റ്റേ ബാക്ക്. അതിന് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നോട് ചോദിച്ചായിരുന്നു എനിക്കത് വാങ്ങണോ. പക്ഷെ എൻ്റെ ചേട്ടനെല്ലാം പറഞ്ഞ് ഓക്കെ വാങ്ങിക്കോ, ഗോ ഫോർ ഇറ്റ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു ഗോ ഫോർ ഇറ്റ്. ഞാൻ അവരുടെ ഒരു മോട്ടിവേഷൻ കാരണം ഞാൻ വാങ്ങിയതാണ്. വാങ്ങിച്ച ആ ദിവസം ഞാൻ ഒരുപാട് ഞാൻ എന്തിനാണ് ഇത്രയും വലിയൊരു ഫോൺ വാങ്ങിയത്, എന്തിനാണ് ഞാൻ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോൺ വാങ്ങിയത്. എൻ്റെ ബാഗും എൻ്റെ സ്റ്റഫ്സ് എല്ലാം അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ എനിക്കൊരു പേടിയാണ്. കാരണം ഒരുപാട് പിറ്റ് പോക്കറ്റുള്ള സ്ഥലമാണ് ഇവിടെ. ഞാനൊരു 1 മിനിറ്റിൻ്റെ വീഡിയോ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഞാൻ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ചുമ്മാ ആലോചിക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം അവിടെ ഇരിക്കുന്ന 2 ആൾക്കാരെ കാണാൻ പറ്റും ഫോണിൽ കൂടെ. സൂം ചെയ്യുമ്പം ഇങ്ങനെയായിരിക്കും. അയ്യോ എവിടെ പോയവർ എന്താ, പക്ഷെ അവരെന്താ തിന്നുന്നതെന്നൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അതിനുള്ള ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ല. കൊള്ളാമല്ലോ എൻ്റെ ഫോൺ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം മൂഞ്ഞാലാണെന്ന്. കാരണം എനിക്ക് ഈ തണുപ്പും കുറേ നേരമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ തലയെല്ലാം ആകെപ്പാടെ ഒന്ന് ഇളകിയിരിക്കുവാണ്. അപ്പോൾ ഞാൻ ആ ഇളക്കം മാറ്റാനായി കുറച്ച് നേരം ഇങ്ങനെ കിടന്നുകൊണ്ട് ഊഞ്ഞാലാടാന്ന് വിചാരിച്ച്. ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. പക്ഷേ ഫോക്കസ് മുഴുവൻ അതെന്താ സാധനം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അങ്ങോട്ടേക്കാണ് പോയത്. എന്തായാലും എനിക്കിത്തിരി സമാധാനം കിട്ടി. ഇപ്പോൾ ഫോണിൻ്റെ സ്ക്രീനിൽ പോലും തൊടാൻ പറ്റുന്നില്ല, കൈയെല്ലാം വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ പണ്ടെല്ലാം യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പം ഞാൻ ആൾക്കാരെ ജഡ്ജ് ചെയ്തിരുന്നു. പക്ഷെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇടാൻ തുടങ്ങിയതോടുകൂടി ഞാൻ ഒരാളെ ഇപ്പോൾ ജഡ്ജ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. സോ ഐ റിയലി അപ്രിഷിയേറ്റ് ദാറ്റ്. എല്ലാവർക്കും ഒരു റിയലൈസേഷൻ്റെ വ്യൂ പോയിന്റ് വരത്തില്ലേ? ആ വ്യൂ പോയിന്റിലാണ് ഞാനിപ്പം. അയ്യോ ഓക്കെ. അപ്പം നമ്മുടെ പാർക്കിലെ വീഡിയോസ് എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി വീട്ടിൽ പോവുകയാണ്. വീട്ടിലല്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാം ഇനി.
അപ്പം ഞാൻ അടുത്തുള്ള മാളിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. ഇവിടെ ഇത്തിരി തണുപ്പ് കുറവുണ്ട്, അതുകൊണ്ടൊരു സമാധാനം. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ഇവിടുത്തെ ബൂട്ട്സും സൂപ്പർ ഡ്രഗൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ചുമ്മാ കയറി ഇങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ഇതുപോലെയൊക്കെ ഓരോ വീഡിയോ എടുക്കും. അപ്പോൾ എനിക്ക് അതെൻ്റെ ഒരു സ്ഥിരം ഹോബിയാണ്. എനിക്കവിടെ കയറി ഒന്നും വാങ്ങിയില്ലല്ലോ, അവിടെ കയറിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. പിന്നെ അതിനുശേഷം ഞാൻ അടുത്തുള്ള സ്റ്റാർബക്സിലേക്ക് കയറി. ഞാൻ അവിടുത്തെ വിൻ്റർ സ്പെഷ്യൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഇപ്പോൾ ഒരുപാട് സ്പെഷ്യൽസ് വന്നിട്ടുണ്ട്. കാരണം വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഒരുപാട് ഡ്രിങ്ക്സും അതുപോലെ തന്നെ പേസ്ട്രീസും എല്ലാം പുതിയതായിട്ട് വരും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഇവരുടെ സ്പെഷ്യലായ ഫഡ്ജ് ബ്രൗണി ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഞാൻ അവരോട് പ്രത്യേകം ചോദിച്ചായിരുന്നു ഇത് ഒരുപാട് സ്വീറ്റ് ആണോ ഒരുപാട് ബിറ്റർ ആണോ എന്ന്. എനിക്ക് അത്രയും സ്വീറ്റ് ആയതും ഇഷ്ടമല്ല, ബിറ്റർ ആയതും ഇഷ്ടമല്ല. പക്ഷേ ഞാനത് കുടിച്ചു നോക്കി, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഫ്ലേവറാണത്. പിന്നെ വിൻ്റർ സീസണിൽ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ ഞാനൊരു കോഫി ആയിരിക്കും ഓർഡർ ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്മൂത്ത് ആൻഡ് മൈൽഡ് ആയിരുന്നു അവരുടെ ഹോട്ട് ചോക്ലേറ്റ്. സോ ഇറ്റ്സ് ടൈം ടു ഗോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഇന്നൊരു നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു വൺ ഓഫ് ദ ഡ്രീമാണ് ഞാനിപ്പം സാധിച്ചത്. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ബൈ.